എല്ലാവർക്കും നമസ്കാരം. നമുക്ക് C++ പഠനം തുടരാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്: ഒന്ന്, നെസ്റ്റഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്; രണ്ട്, ജമ്പ് സ്റ്റേറ്റ്മെന്റുകൾ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെസ്റ്റഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഒരു പ്രോഗ്രാം ടു പ്രിന്റ് ദ ബിഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇഫ് എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കുക, 3 സംഖ്യകൾ റീഡ് ചെയ്തു, എ ബി സി. അത് സി ഇൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റീഡ് ചെയ്യുന്നു. നമ്മൾ കമ്പയർ ചെയ്തു, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എ ഈസ് ഗ്രേറ്റസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിലോ നമ്മൾ ബി ആണോ വലുതെന്ന് നോക്കുന്നു. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ എ ആണോ നോക്കണം. അതേപോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ സിയും ആയിരിക്കണം. ഇപ്പൊ രണ്ട് കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ ബി ആണ് വലുതെന്ന് പ്രിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സി ആണ് വലുതെന്ന് പ്രിന്റ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, ഒരേ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നിൽ കൂടുതൽ വിധം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെത്തേഡുകളുണ്ട്, ഒന്നിൽ കൂടുതൽ അൽഗോരിതംസ് ഉണ്ട്. ഞാൻ രണ്ടാമത് ഒരു അൽഗോരിതം കൂടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇതേ പ്രോഗ്രാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമത് ഒരു അൽഗോരിതം കൂടി നോക്കാം. ആ അൽഗോരിതം പ്രോഗ്രാമിലേക്ക് മാറുമ്പോൾ 3 സംഖ്യകൾ റീഡ് ചെയ്യുന്നു. അതിനുശേഷം എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കുന്നു. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു. എ ഗ്രേറ്റർ ദാൻ സി ആണോ. ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എ ആണ് വലുതെന്ന് പറയുന്നത്. ഇനി എ ഗ്രേറ്റർ ദാൻ സി അല്ലെങ്കിലോ, എ ഓൾറെഡി ഗ്രേറ്റർ ദാൻ ബി ആണ്, സിനേക്കാൾ പക്ഷേ വലുതല്ല. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും വലുത്? സി ആയിരിക്കും വലുത്. അപ്പൊ അതിന്റെ എൽസ് പാർട്ടിൽ നമ്മൾ എഴുതി സി ഈസ് ഗ്രേറ്റസ്റ്റ്. ഇനി ആദ്യം എഴുതിയ ഇഫിന്റെ എൽസ് പാർട്ട് നോക്കുകയാണ്. എ ഗ്രേറ്റർ ദാൻ ബി അല്ല എന്ന് പറഞ്ഞാൽ ബി ആണ് എനേക്കാൾ വലുതെങ്കിൽ നമ്മൾ ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുന്നു. എന്നിട്ട് ബി വലുതാണെന്ന് പ്രിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും സി തന്നെയായിരിക്കും വലുത്, അത് പ്രിന്റ് ചെയ്യുന്നു. ഈ രണ്ട് അൽഗോരിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് അൽഗോരിതമാണ് ബെറ്റർ അൽഗോരിതം. ഇഫ് യു ആർ ഗിവൺ 2 or more algorithms, which algorithm will you evaluate as the best algorithm? The algorithm that use less time and less space. അല്ലേ? ഇപ്പൊ ടൈം ഏറ്റവും കുറവ് വേണ്ടത് ഏതായിരിക്കും? ഏറ്റവും കുറവ് കമ്പാരിസൺ വേണ്ട ഏത് അൽഗോരിതത്തിലാണോ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഒരു വേഴ്സ്റ്റ് കേസ് അനാലിസിസ് നമ്മൾ നടത്തുകയാണെങ്കിൽ രണ്ടാമത്തെ അൽഗോരിതമാണ് ഏറ്റവും നല്ല അൽഗോരിതം. ഒന്നാമത്തേനേക്കാളും നല്ലത് രണ്ടാമത്തെ അൽഗോരിതമാണ്. ഇനി ഇതെന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തേതില് ഇഫ് എൽസ് ഇഫ് ലാഡർ ഉപയോഗിക്കുന്നുവെങ്കിൽ രണ്ടാമത്തേതില് ഇഫ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ തന്നെ വേറൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഇഫിനുള്ളിൽ വേറൊരു ഇഫ് വന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ വേറൊരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു സിറ്റുവേഷൻ ഇവിടെ നോക്കാം. അടുത്ത സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു ആസ്റ്ററിസ്ക് പല റോകളിലായിട്ട് പ്രിന്റ് ചെയ്തേക്കാണ്. ഓരോ റോയിലും പ്രിന്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആസ്റ്ററിസ്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൈനിൽ 1, രണ്ടാമത്തെ ലൈനിൽ 2, മൂന്നാമത്തെ റോയിൽ 3, നാലാമത്തെ റോയിൽ 4, അഞ്ചാമത്തെ റോയിൽ 5. ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? നമുക്ക് ഈ ഒരു പ്രോബ്ലത്തെ ഒന്ന് ഡിവൈഡ് ചെയ്ത് അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പൊ വെറുതെ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക? സി ഔട്ട് സ്റ്റാർ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്ത് കിട്ടും. അതായത് ഒരു പെർട്ടിക്കുലർ ലൈനിൽ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു കോഡ് നോക്കാം. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നോക്കാം. ഫോർ ഇന്റ് i is equal to 1, i less than or equal to 5, i plus plus c out star less than backslash. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ എത്ര സ്റ്റാർ പ്രിന്റ് ചെയ്യും? നമ്മൾ ലൂപ്പുകളെ കൊണ്ട് കണ്ടതാണ്. ഒരു ഫോർ ലൂപ്പിൽ എങ്ങനെ i 1 ആക്കി i 5 വരെ പോകുമ്പോൾ നമുക്ക് 5 തവണ ആ സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ 5 പ്രാവശ്യം സ്റ്റാർ പ്രിന്റ് ചെയ്യും. ഓരോ പ്രാവശ്യവും സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത് അടുത്തടുത്ത ലൈനുകളിലായിരിക്കും. കാരണം ബാക്ക്സ്ലാഷ് എന്നും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇത് ഇങ്ങനെയായിരിക്കും. 5 സ്റ്റാറുകൾ 5 റോകളിലായിട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം കുറച്ചും കൂടി നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഒരു ഫോർ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചു. ആ ഫോർ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ വേറൊരു ഫോർ ലൂപ്പും കൂടി ഉപയോഗിച്ചേക്കാണ്. അപ്പോൾ ഔട്ടർ 2 ലൂപ്പുകളാണ് ഇവിടെ വന്നേക്കുന്നത്. ഒന്നാമത്തെ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് i എന്ന് പറയുന്ന വേരിയബിൾ ആണ്. രണ്ടാമത്തെ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ j എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഔട്ട്പുട്ട് എന്തായിരിക്കും?
നമ്മൾ ഐയുടെ വില 1 ആണെങ്കിൽ ലൂപ്പിനുള്ളിൽ കയറുന്നു, അപ്പോൾ ജെയുടെ വില 1 ആകുന്നു, അപ്പോൾ നമുക്ക് ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി അപ്പോൾ ജെ ലെസ് ദാൻ ഐ വരെയാണ് പോകേണ്ടത്. ജെ ലെസ് ദാൻ ഐ എന്ന് പറയുമ്പോഴത്തേനും അവിടെ ജെയും ഐയും ഈക്വൽ ആയി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരെ. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യത്തെ ലൈനിൽ ഒരു റോയിൽ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. രണ്ടാമത്തെ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് അകത്തുള്ള ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു, ഔട്ടർ ലൂപ്പിലേക്ക് എത്തി, ഐയുടെ വില 2 ആയി. ആ 2 ആകുന്നു. ജെയുടെ വില 1 ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും, ജെ 2 ആകുമ്പോൾ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും. ഇപ്പൊ ജെ ഈക്വൽ ടു ഐ ആയി അന്നേരം. ഇനി നമുക്ക് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ പുറത്ത് വരുന്നു, വീണ്ടും /n എക്സിക്യൂട്ട് ചെയ്യുന്നു, cout/n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മൾ മൂന്നാമത്തെ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ് ഭാഗം എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ വീണ്ടും ഔട്ടർ ലൂപ്പിലെത്തി, അവിടെ ഐയുടെ വില 3 ആയി, ജെ ഈക്വൽ ടു 1 2 3 3 തവണ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ഇറ്ററേഷനിലേക്ക് ഔട്ടർ ലൂപ്പിലേക്ക് വരുന്നു, ഐയുടെ വില 4 ആകുന്നു, ജെ വീണ്ടും 1 തുടങ്ങുന്നു, 1 2 3 4 അങ്ങനെ 4 സ്റ്റാറുകൾ പ്രിന്റ് ചെയ്യുന്നു. ഇനി വീണ്ടും നമ്മൾ ഐയുടെ വില 5 ആകുന്നു, വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് ജെ ലൂപ്പിലേക്ക് കയറുന്നു, അവിടെ വീണ്ടും ജെയുടെ വില 1 ആകുന്നു, 2 3 4 5 വരെ പോകും, അവിടെ 5 സ്റ്റാറുകൾ പ്രിന്റ് ചെയ്യും. അടുത്ത cout സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, /n ഐയുടെ വില 6 ആകും. നമുക്കറിയാം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെ പോകാൻ പാടുള്ളൂ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഫോർ ലൂപ്പ് ഔട്ടർ ഫോർ ലൂപ്പിൽ നിന്നും പുറത്തു വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് 2 ലൂപ്പുകളുണ്ട്. ഒരു ഐ എന്ന് പറയുന്ന ലൂപ്പും ഉണ്ട്, അതുപോലെ തന്നെ ജെ എന്ന് പറയുന്ന ലൂപ്പും ഉണ്ട്. ജെ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ലൂപ്പും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലൂപ്പിനുള്ളിൽ വേറൊരു ലൂപ്പ് വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ എന്തായി, ഇവിടെ ഒരു ലൂപ്പ് വിത്തിൻ അനദർ ലൂപ്പാണ്. അപ്പം ഇതാണ് നെസ്റ്റഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെസ്റ്റഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ വേറൊരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് വിത്തിൻ അനദർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് നെസ്റ്റഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു ഇഫിനുള്ളിൽ വേറൊരു ഇഫ് ആണെങ്കിൽ അതിന് നെസ്റ്റഡ് ഇഫ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ലൂപ്പിനുള്ളിൽ വേറെ ലൂപ്പ് ആണെങ്കിൽ, അപ്പോൾ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ വൈൽ ലൂപ്പ് ആവാം, അല്ലെങ്കിൽ വൈൽ ലൂപ്പിനുള്ളിൽ ഫോർ ലൂപ്പ് ആവാം, ഫോർ ലൂപ്പിനുള്ളിൽ ഒരു ഫോർ ലൂപ്പ് ആവാം, ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. അപ്പൊ അങ്ങനെ ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് വരുമ്പോൾ അതിന് നെസ്റ്റഡ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 2 ലൂപ്പ് വരുമ്പോൾ ആ പുറത്തുള്ള ലൂപ്പിനെ നമ്മൾ ഔട്ടർ ലൂപ്പ് എന്നും അകത്തുള്ള ലൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയും, ഇന്നർ ലൂപ്പ് എന്ന് പറയും. അപ്പൊ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന ലൂപ്പ് ഏതായിരിക്കും, ഇന്നർ ലൂപ്പ് ആയിരിക്കും. ഇന്നർ ലൂപ്പ് കുറെ തവണ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ വീണ്ടും ഔട്ടർ ലൂപ്പിനുള്ളിലേക്ക് തന്നെയാണ് വരുന്നത്. ഔട്ടർ ലൂപ്പിന്റെയും കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ലൂപ്പിൽ നിന്ന്, ഔട്ടർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കൺട്രോൾ പോകുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന എത്ര തവണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നർ ലൂപ്പിന്റെയും ഔട്ടർ ലൂപ്പിന്റെയും ഇനീഷ്യൽ വാല്യൂവിനെയും ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അതിന്റെ എൻഡ് വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്പർ ഓഫ് ടൈംസ് ദ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇനീഷ്യൽ വാല്യൂ ആൻഡ് ദ ഫൈനൽ വാല്യൂ ഓഫ് both the loop control variables. So you have to check both the loop control variables in order to find out how many times the body of the loop will be executed. Okay, so this is how the nested statements are executed. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഇഫിനുള്ളിൽ വേണമെങ്കിൽ സ്വിച്ച് വരാം, അല്ലെങ്കിൽ സ്വിച്ചിനുള്ളിൽ തന്നെ വേണമെങ്കിൽ സ്വിച്ച് വരാം. അങ്ങനെ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ വേറൊരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ നെസ്റ്റഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജമ്പ് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് കാണാം. ജമ്പ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്തിനുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും, അത് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്ന പേരാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ട്രാൻസ്ഫർ ദ കൺട്രോൾ ഫ്രം വൺ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ടു അനദർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, 2 ബ്രേക്ക്, 3 കണ്ടിന്യൂ, 4 റിട്ടേൺ. അപ്പോൾ നമുക്ക് ആദ്യം ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഗോ ടു സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് നമ്മൾ നോക്കാം. ഇത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ജമ്പാണ്. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്കുള്ള ഒരു അൺകണ്ടീഷണൽ ജമ്പാണിത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോ ടു ലേബൽ. അപ്പോൾ ലേബൽ എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ ആണ്. ആ ഐഡന്റിഫയർ എവിടെയാണോ വന്നിരിക്കുന്നത് ആ ഒരു സെക്ഷനിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഗോ ടു ലേബൽ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളൊന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല അവിടെ.
എവിടെ തൊട്ടാണ് പിന്നെ തുടങ്ങുന്നത്? സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്ന സെക്ഷനിലെ എക്സിക്യൂഷൻ തുടങ്ങും. അപ്പൊ ലേബൽ എന്ന് പറയുന്നത്, ലേബലിന്റെ താഴെ വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 3 ആണ്. അപ്പൊ അവിടെ തൊട്ട് ആ സെറ്റിൽ നിന്ന് എക്സിക്യൂഷൻ തുടങ്ങുന്നു. ഇതേ ഗോ ടു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഇവിടെ നോക്കുക, വ്യത്യാസം എന്താണ് നിങ്ങൾ കാണുന്നത്? നമ്മൾ പ്രോഗ്രാം നോർമലായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു, അവിടെ ലേബൽ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് താഴെ ഒരു പോർഷനിൽ എത്തുമ്പോൾ അവിടെ കാണുന്ന ഒരു ഗോ ടു ലേബൽ. അപ്പോൾ എങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നത്? ഇതൊരു ബാക്ക്വേർഡ് ജമ്പാണ്. അപ്പോൾ ഫോർവേഡ് ജമ്പ് ചെയ്യാനും ബാക്ക്വേർഡ് ജമ്പ് ചെയ്യാനും നമുക്ക് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് അധികം അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഞാൻ ഇതിന്റെ നമ്മളൊരു വലിയ പ്രോഗ്രാമിൽ പല ഗോ ടു സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോൾ അതിന്റെ കൺട്രോൾ ഫ്ലോ എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ. അത് മാത്രമല്ല, ഈ ബാക്ക്വേർഡ് ജമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതൊരു ലൂപ്പായിട്ട് മാറുന്നുണ്ട് അല്ലേ? നമ്മൾ ആ ലേബലിൽ അവിടെ നിന്ന് എക്സിക്യൂഷൻ തുടങ്ങി, ഗോ ടു ലേബൽ വന്നു, വീണ്ടും ലേബലിലേക്ക് പോയി, തിരിച്ച് വീണ്ടും ഗോ ടു ലേബലിൽ വന്നു, വീണ്ടും തിരിച്ച്. അപ്പോൾ നമ്മൾ വളരെ വൈസ്ഫുൾ ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അതൊരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അത് നമുക്കൊരു എക്സാമ്പിൾ കൂടെ കണ്ട് ഈ ഗോ ടു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സംഖ്യകൾ റീഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു, എന്നിട്ട് അത് രണ്ട് ഡിവൈഡ് ചെയ്യും, ഒന്ന് മറ്റൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ പ്രോഗ്രാം. അപ്പോൾ അവിടെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഞാൻ ഇവിടെ ഇൻപുട്ട് ലേബൽ കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട്. അതിന് താഴെ എൻ്റർ വാല്യൂ ഓഫ് എ ആൻഡ് ബി കൊടുത്തിട്ടുണ്ട്, സി ഇൻ എ ആൻഡ് ബി മീൻസ് എ ഗ്രേറ്റർ ദാൻ ബി. അതിനുശേഷം ബി ഈക്വൽ ടു 0 ആണെങ്കിൽ, ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ബിയുടെ വാല്യൂ കമ്പയർ ചെയ്യാണ്. എന്നിട്ട് അത് 0 ആണെങ്കിൽ എങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട്? വീണ്ടും ഇൻപുട്ടിലേക്ക് പോവുക. എന്ന് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 0 വെച്ച് ഡിവിഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആ നമ്പർ റീ എൻ്റർ ചെയ്യാൻ പറയാണ്. അപ്പോൾ എയും ബിയും വീണ്ടും നമ്മൾ റീ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ആസ് ലോങ് ആസ് യു എൻ്റർ 0 ഫോർ ബി, that if statement will be executed and we will go back to the label called input. അതിനുശേഷം സപ്പോസ് നമ്മൾ എയും ബിയും നോൺ സീറോ വാല്യൂസ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എൽസ് പാർട്ടിലേക്ക് വരും. അവിടെ സി ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്നുള്ളത് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിന്റെ കൺട്രോൾ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ വളരെ വൈസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ ചില പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യും. അതാണ് ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു ലേബലിലേക്കാണ്, ഒരു ഐഡന്റിഫയറിലേക്കാണ് ഈ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ നമുക്ക് ഒരുമിച്ച് കാണാം. കാരണം ഇത് ഉപയോഗിക്കുന്നത് ലൂപ്പുകളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. എവിടെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ബ്രേക്കിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പം നമുക്ക് ഈ ബ്രേക്കും കണ്ടിന്യൂ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ രണ്ട് പ്രോഗ്രാം ഞാൻ ഒരേ പ്രോഗ്രാം പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതിനകത്ത് ചെറിയൊരു ഡിഫറൻസേ വന്നിട്ടുള്ളൂ. ഒരു പ്രോഗ്രാമിൽ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റൊരിനകത്ത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം നോക്കുക. ഫോർ i is equal to 1, i less than equal to 10, i plus plus. If i is equal to 5, break. C out less than i. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. i equal to 1 നമ്മുടെ ലൂപ്പിനുള്ളിൽ കയറി ആ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അവിടെ കണ്ടീഷൻ ഫോൾസ് ആണ്. i equal to 1 ആണ്, അവിടെ 5 ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അവിടെ ഫോൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് സി ഔട്ട് ഐ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 എന്ന ഔട്ട്പുട്ട് കിട്ടും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. i becomes 2, 2 will be printed. i becomes 3, 3 will be printed. i becomes 4, 4 will be printed. And when the value 5 becomes 5, what happens? If condition i is equal to 5, i equal to 5 ആയി മാറിയുണ്ട്. അപ്പോൾ അവിടെ കണ്ടീഷൻ ട്രൂ ആയി. ആൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആൻഡ് സോ വാട്ട് ഹാപ്പൻസ്? ദ കൺട്രോൾ കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. അപ്പം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണോ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പുറത്തേക്ക് വരും. അവിടെയാണ്, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ കേസിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ടേക്സ് ദ കൺട്രോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ്. ഇനി രണ്ടാമത്തെ പ്രോഗ്രാം നോക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോഗ്രാം സെഗ്മെന്റ് നോക്കുക. അവിടെയും i is equal to 1, i less than 10 വരെ, less than equal to 10 വരെയാണ് നമ്മൾ ലൂപ്പ് ചെയ്യുന്നത്. ഓരോ തവണയും ഐയുടെ വില ഒന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ i is equal to 5 കണ്ടിന്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം, ലൂപ്പ് ബ്രേക്ക് ചെയ്യാനല്ല, ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ അതിന് താഴേക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യരുത്. ലൂപ്പ് ഷുഡ് കണ്ടിന്യൂ വിത്ത് ദ നെക്സ്റ്റ് ഐറ്ററേഷൻ. അപ്പോൾ i is equal to 5 ആണെങ്കിൽ
കണ്ടിന്യൂ ചെയ്യുക. ഡോണ്ട് പ്രിന്റ് ദ വാല്യൂ 5. അപ്പൊ 5 പ്രിന്റ് ചെയ്യുന്നില്ല. 1 പ്രിന്റ് ചെയ്തു, 2 പ്രിന്റ് ചെയ്തു, 3 പ്രിന്റ് ചെയ്തു, 4 പ്രിന്റ് ചെയ്തു. പക്ഷെ 5 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യുന്നില്ല. കാരണം അടുത്ത ലൈനിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ സ്കിപ്പ് ചെയ്യും ടിൽ ദി എൻഡ് ഓഫ് ദ ലൂപ്പ്. അടുത്ത ഇറ്ററേഷൻ I become 6. അപ്പൊ 6 വെച്ചിട്ട് വീണ്ടും ലൂപ്പിനുള്ളിൽ കയറും. I5 അല്ലാത്തത് കൊണ്ട് സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. 6 പ്രിന്റ് ചെയ്യും, പിന്നെ 7 പ്രിന്റ് ചെയ്യും, 8 പ്രിന്റ് ചെയ്യും, 9 പ്രിന്റ് ചെയ്യുന്നു, 10 പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യുകയാണ്. ആ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് അവിടെ സ്കിപ്പ് ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ബ്രേക്ക് ടേക്സ് എ കൺട്രോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ്, whereas കണ്ടിന്യൂ ടേക്സ് എ കൺട്രോൾ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ് വിത്ത് ദ നെക്സ്റ്റ് ഐറ്ററേഷൻ. അടുത്ത ഐറ്ററേഷനോടുകൂടി ലൂപ്പിന്റെ തുടക്കത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഡിഫറൻസ് ഒന്നുകൂടി ഒരു സമ്മറൈസ് ചെയ്യാം. ബ്രേക്ക് ഈസ് യൂസ്ഡ് ഇൻ ലൂപ്സ് ആൻഡ് സ്വിച്ച്. ലൂപ്പിലും ഉപയോഗിക്കുന്നുണ്ട്, സ്വിച്ചിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കണ്ടിന്യൂ എവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? ലൂപ്പിനുള്ളിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നതാണ് ബ്രേക്ക് ടേക്സ് ദ കൺട്രോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ്. ഏത് ലൂപ്പിനുള്ളിലാണോ ഉള്ളത് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ചിലപ്പോൾ ഇന്നർ ലൂപ്പിലാണെങ്കിൽ ഇന്നർ ലൂപ്പിൽ നിന്ന് പുറത്ത് ഔട്ടർ ലൂപ്പിലേക്കായിരിക്കും വരിക. ഔട്ടർ ലൂപ്പിലാണ് ബ്രേക്ക് ഉള്ളതെങ്കിൽ അതിൻ്റെയും പുറത്തേക്കാണ് പോവുക. ഓക്കെ, അപ്പം ആ റിമൈനിങ് ഐറ്ററേഷൻസ് ഒന്നും ചെയ്യില്ല, അവിടെ വെച്ച് ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നു. ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പോലും അടുത്ത ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്താണ് ചെയ്യുന്നത്? ടേക്സ് എ കൺട്രോൾ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്, സ്കിപ്പിംഗ് ദ റെസ്റ്റ് ഓഫ് ദ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി കൺട്രോൾ ഗോസ് ഔട്ട് ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ഫോർ ബ്രേക്ക്. ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പോലും ലൂപ്പിന് പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ ലൂപ്പിന് പുറത്തേക്ക് പോകുന്ന എപ്പോഴാണ്? കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ മാത്രമാണ്. അതുവരെ ലൂപ്പിനുള്ളിൽ കണ്ടിന്യൂ ചെയ്യും. ലൂപ്പ് എപ്പോഴാണ് ടെർമിനേറ്റ് ആവുന്നത്? അത് നോർമൽ ടെർമിനേഷൻ ആണ് when the condition becomes false. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റും ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമുക്കൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു ആദ്യം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അന്നേരം കൂടുതലായിട്ട് നമുക്ക് പറയാം. ജസ്റ്റ് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷനിലേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്ന വാക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളതാണല്ലോ. അപ്പം C++ പ്രോഗ്രാം എന്ന് പറയുന്നത് കൺസിസ്റ്റിംഗ് ഓഫ് എ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പിന്നീട് ഡീൽ ചെയ്യാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഒരു പോക്ക് വേണമെങ്കിൽ തിരിച്ചൊരു ഫംഗ്ഷനിലേക്ക് നമ്മൾ വിളിച്ച ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. പോകുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ കുറെ വാല്യൂസ് ഒക്കെ കൊണ്ടുപോകാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രോഗ്രാമിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകാൻ പറ്റും. ഒരു എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം തന്നെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ ആണ് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു പാരാന്തസിസ് വന്നിരിക്കുന്നത്. ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ കീവേഡ്സുകളാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കാറില്ല. എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ആ ഒരു പാരാന്തസിസ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗോ ടു കണ്ടു, ഒരു അൺകണ്ടീഷണൽ ജംപ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ടു അനദർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. Break statement transfers the control out of the loop in which it is executed, or loop or switch statement in which it is executed. And continue is used to transfer the control to the beginning of the loop. I think you have understood all these topics. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. എൻ്റെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.